നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് രക്ഷപ്പെടാൻ വഴി പറഞ്ഞുകൊടുത്തത് ADGP MR അജിത് കുമാർ എന്ന് സരിത. ശിവശങ്കർ വഴി സന്ദീപുമായാണ് ബന്ധപ്പെട്ടത്. അജിത് കുമാർ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് വ്യക്തമാവുകയാണ്. അജിത് കുമാർ സഹായിക്കുമെന്ന് ശിവശങ്കർ പറഞ്ഞിരുന്നതായി സരിത്തിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം നിർണായക തെളിവുകൾ ഇനിയും പുറത്തു വരുമെന്ന് സ്വപ്നയും പ്രതികരിച്ചു. എന്നെ തട്ടിക്കൊണ്ടുപോയില്ലേ ഷാഹും ആ സമയത്ത് ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അല്ല, ഒരു 4-5 ആൾക്കാർ ഒരു ഗൂൺസ് തന്നെ പറയാം. അവർ വന്നാണ് ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചിറക്കൊണ്ട് പോകുന്നത്. പിന്നെ കുറച്ച് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ എന്നെ കൊടുക്കുന്നതും ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലാണ് എന്നെ എത്തിക്കുന്നത്. പിന്നെ ഇതിന്റെ പിന്നിലും ഈ പറഞ്ഞ വ്യക്തിയാണല്ലോ മിസ്റ്റർ അജിത് കുമാർ ആണെന്നാണല്ലോ ശാസിക്കുന്നത് തന്നെ ഇപ്പൊ പബ്ലിക്കലി പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സ്ഥലത്ത് അന്നിപ്പം അപ്പൊ എല്ലാ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായങ്ങളും അന്ന് അജിത് കുമാറിന് കിട്ടിയിരുന്നു. അജിത് കുമാർ ശിവശങ്കർ സാറിന് കൊടുത്തിട്ട് ശിവശങ്കർ സാറാണ് ഡയറക്ഷൻസ് എല്ലാം സന്ദീപിന് കൊടുത്തോണ്ടിരുന്നത്. അതെ അതെ, ഇത് സന്ദീപ് പറഞ്ഞറിവാണ് എനിക്കുള്ളത്. കാരണം ആ സമയത്ത് ഞാൻ കസ്റ്റംസ് കസ്റ്റഡിയിലായിരുന്നു. ഞാൻ ഫോൺ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇത് കഴിഞ്ഞ് ഇവരെല്ലാം മീറ്റപ്പ് ചെയ്തപ്പോൾ സന്ദീപിന്റെ സ്വപ്നയുടെ അടുത്തുനിന്നെല്ലാം മനസ്സിലാക്കിയത്. ഓ ശരി. പിന്നീട് എപ്പോഴെങ്കിലും ഇവർ കോൺടാക്ട് ചെയ്തതായിട്ട് അജിത് കുമാർ കോൺടാക്ട് ചെയ്തിരുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും? ഇല്ലല്ല, ഈ അജിത് കുമാർ എന്ന വ്യക്തി ഒരിക്കലും നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടില്ല. എന്നെയോ സ്വപ്നയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടില്ല. പാലക്കാട് വെച്ചും പുള്ളിയുടെ ഒരു ഷാഷ്കി തന്നെയാണല്ലോ പുള്ളി അയച്ചത് നമ്മളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട്. ഈ ഇവര് ബാംഗ്ലൂരിൽ നിന്നും ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന വഴിക്കും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ത്രൂ സന്ദീപിനടുത്ത് എല്ലാം കൊടുക്കുന്നത് ത്രൂ ശിവശങ്കർ ആയിരുന്നല്ലോ. ശിവശങ്കർ സാർ പറയുന്നുണ്ട് അജിത് കുമാർ പറയുന്നത് ഈ റൂട്ടിൽ മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന്. ശരി ശരി. ഇതിപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സരിത, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സരിത, ഈ അജിത് കുമാറിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ് പുള്ളിയുടെ ചോദിക്കേണ്ടത് നമുക്കറിയത്തില്ല. ഇപ്പൊ നമ്മുടെ അതില് വ്യക്തമായിട്ടുണ്ടല്ലോ. കാരണം വിജിലൻസ് ഡയറക്ടറായിട്ട് വിജിലൻസ് ADGP എന്ന പുള്ളി പിന്നെ പുള്ളി കൊടുക്കുന്ന പൊസിഷൻ ഏതാണ്? ലോ ആൻഡ് ഓർഡറിന്റെ അല്ലേ കൊടുത്തത്. അതായത് വിജിലൻസിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണല്ലോ പുള്ളി കൊടുത്തത്. അതെ. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കെല്ലാം മനസ്സിലാക്കുള്ളൂ എന്താണ് പുള്ളിയുടെ ആവശ്യം, പുള്ളിക്ക് എന്ത് ഗുണമുണ്ടായി. ശാസ്കിരൻ തന്നെ പറഞ്ഞായിരുന്നു ശാസ്കിരൻ ഇത് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ലാഭം ഉണ്ടായിട്ടുള്ളത് ഈ മിസ്റ്റർ അജിത് കുമാറിനാണെന്ന് ശാസ്കിരൻ തന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞില്ല. പിന്നെ ഇതിൽ കൂടെ നമുക്ക് എന്ത് തെളിവ് ആവശ്യം? സ്വപ്ന ഇപ്പൊ ഇവിടെ നിർത്തരുത് അല്ലെങ്കിൽ സ്വപ്ന കാര്യങ്ങൾ പറയരുത് എന്ന ഒരു ഇത് അജിത് കുമാറിനുണ്ടായിരുന്നു. അതെ, അത് പുള്ളിക്കാരുണ്ടായിരുന്നു. ശാസ്കിരൻ പറയാനുള്ളൂ. ശാസ്കിരൻ സ്വപ്നയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വരുമ്പോ അജിത് കുമാറിന്റെ ഫോൺ വരുമ്പോ ശാസ്കിരൻ പറയുന്നുണ്ട് ADGP ഫോൺ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്ത് മറുപടി പറയണം, നിങ്ങൾ പെട്ടെന്ന് തീരുമാനം പറയുമെന്ന് ശാസ്കിരൻ ഇങ്ങനെ സ്വപ്നം ഇങ്ങനെ കംപ്ലൈന്റ് ഇരിക്കുകയാണല്ലോ. ഞാൻ ഒരു ആളിനെ കുത്തിക്കൊന്നിട്ട് ഒളിച്ചോടുന്നതോ അല്ലെങ്കിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ട് സ്മഗ്ലിംഗ് ചെയ്ത് കോടികൾ ഉണ്ടാക്കിയിട്ട് ഞാൻ മുങ്ങുന്നതല്ല. എന്നെ മനഃപൂർവ്വം ഇവിടെ നിന്ന് മാറ്റുക. ബിക്കോസ് ദേ നീഡഡ് എ സ്കേപ്പ് ഗോട്ട്. ആൻഡ് എനിക്കറിയില്ല, ഞാൻ എന്റെ 2 മക്കളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ വേറെ എന്താണ് ചിന്തിക്കേണ്ടത്? അപ്പൊ ഇപ്പം മിസ്റ്റർ MR അജിത് കുമാറിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോ നമ്മൾ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്തു. ദിസ് വാസ് ദ ജെന്റിൽമാൻ ഹു വാസ് ഹെൽപ്പിംഗ് ശിവശങ്കർ സർ. ബിക്കോസ് ഫോർ അസ് MR അജിത് കുമാർ കിഡ്നാപ്പിംഗ് കേസിൽ തന്നെ സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് HRDS നിന്ന് ജോലി നഷ്ടപ്പെട്ടു. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. എന്റെ പേരിൽ കേസും ഉണ്ടായി. അപ്പൊ പിന്നെ ഇത്രയും പവർഫുൾ ആയ ഒരു MR അജിത് കുമാർ, അതും പേഴ്സണലി നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്തിനാണ് ഇൻവൈറ്റ് അൺവാണ്ടഡ് ട്രബിൾ? ബിക്കോസ് പുള്ളിക്കാരൻ പോലീസിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, നിർണായകമായ വെളിപ്പെടുത്തലാണ് സരിത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ എല്ലാം വിരളിച്ചുകൊണ്ടുന്നത് ADGP MR അജിത് കുമാറിലേക്കാണ്. അവിടെ നിന്നും മുഖ്യമന്ത്രിയിലേക്കും എല്ലാ സംശയ നിഴലുകളും വിരളിച്ചുകൊണ്ടുന്നുണ്ട്. ഒരുപക്ഷെ ഇനി എത്രത്തോളം അജിത് കുമാറിനെ പിടിച്ചു നിൽക്കാനാകും എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്.
വിഷ്ണു, എം.ആർ. അജിത്കുമാറിലേക്ക് മാത്രമല്ല അതിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വിരലിച്ചൂണ്ടുന്ന പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും തന്നെയാണ് പ്രധാനമായും ഇന്ന് സരിത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്, മുഖ്യമന്ത്രിയെ പരാമർശിക്കാതെ തന്നെ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇടപെട്ടത് എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട് സരിത്ത്. മാത്രമല്ല സ്വപ്ന സുരേഷ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലേക്ക് വരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന്റെ മുഖ്യ കണ്ണികളാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും, ബംഗളൂരുവിലേക്ക് കടക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് നൽകിയത് എം.ആർ. അജിത്കുമാർ ആണ് എന്ന നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സരിത്ത് നടത്തിയിരിക്കുന്നത്. അതിൽ സരിത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഒരു ഘട്ടത്തിലും നേരിട്ട് ബന്ധപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാതിരിക്കാൻ എം.ആർ. അജിത്കുമാർ ശ്രമിക്കുന്നുണ്ട്. എം ശിവശങ്കറിനെയാണ് അജിത്കുമാർ വിളിച്ചിരുന്നത്. എം ശിവശങ്കറിനെ വിളിച്ചതിന് ശേഷം ശിവശങ്കർ ആണ് സ്വപ്ന സുരേഷിന്റെ ഒപ്പമുണ്ടായിരുന്ന സന്ദീപ് നായർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ അതിർത്തി കടന്ന് എങ്ങനെ പോകണം, സുരക്ഷിതമായി എങ്ങനെ രക്ഷപ്പെട്ടു പോകണം, എവിടെയെല്ലാമാണ് പരിശോധനകളുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ സന്ദീപിന് ലഭിച്ചിരുന്നു. സന്ദീപിന് ലഭിച്ചിരുന്നത് ശിവശങ്കറിൽ നിന്നാണെങ്കിൽ ശിവശങ്കറിന് ഈ വിവരങ്ങൾ കൈമാറിയിരുന്നത് എം.ആർ. അജിത്കുമാർ ആണ് എന്ന കാര്യമാണ്. മാത്രമല്ല എം.ആർ. അജിത്കുമാർ എല്ലാ സഹായവും ചെയ്യുമെന്ന് ശിവശങ്കർ സന്ദീപിനോട് പറഞ്ഞു എന്ന കാര്യവും സരിത്ത് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്വപ്ന സുരേഷ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. സരിത്തിന്റെ എല്ലാ ആരോപണങ്ങളും ശരിവെച്ച സ്വപ്ന സുരേഷ് ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷും സരിത്തും നടത്തിയിരിക്കുന്നത് ADGP എം.ആർ. അജിത്കുമാറിനെതിരായ ഏറ്റവും സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ നിന്നാൽ പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് കടത്തുന്നതിന് വേണ്ടി, അതും ലോക്ക്ഡൌൺ സമയത്താണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. വലിയ അതിർത്തികളിൽ വലിയ പരിശോധനകൾ നടന്നിരുന്നു. വലിയ തോതിൽ തന്നെ പോലീസ് സന്നാഹങ്ങൾ എല്ലാ അതിർത്തികളിലും ഉണ്ടായിരുന്നു. അത് കർണാടക അതിർത്തിയിലാണെങ്കിലും തമിഴ്നാട് അതിർത്തിയിലാണെങ്കിലും ഉണ്ടായിരുന്നു. ഇതെല്ലാം മറികടന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ട സഹായങ്ങളാണ് കൃത്യമായി എം.ആർ. അജിത്കുമാറിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്, ഉന്നതങ്ങളുടെ സഹായങ്ങളോടെ തന്നെ. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.